Hello, dear students. This is the 7th class of Interpreter of Melodies written by Jumba Lahiri. Now we have the page number 131. Before that, now let's recap our memory. The interest shown by Mrs. Das towards Mr. Kapasi after learning about his profession made him feel flattered. He felt himself attracted to her. He longed to see her and to be in presence of her. He secretly expected that their relationship will grow in future. അങ്ങനെ അവരുടെ ആ മിസ്റ്റർ ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെയും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊണാർക്ക് ടെമ്പിളിലേക്ക് ടൂറിസ്റ്റ് ഗൈഡായിട്ട് മിസ്റ്റർ കപ്പാസി അവരെ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ലൈഫ് അയാൾക്ക് മനസ്സിലാവുകയും അങ്ങനെ മിസ്സിസ് ദാസിന് മിസ്റ്റർ കപ്പാസിയുടെ പ്രൊഫഷൻ ഒരു ഡോക്ടറിൻ്റെ ഇൻ്റർപ്രറ്റർ ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾക്ക് എന്തോ ഒരു വലിയ പുകഴ്ത്തലും ഒരു ഇൻട്രസ്റ്റും ഒക്കെ മിസ്റ്റർ കപ്പാസിയിൽ ഉണ്ടാവുകയാണ് മിസ്സിസ് ദാസിന്. മിസ്റ്റർ ദാസ് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം ടൂർ ബുക്ക് വായിച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ മക്കളെ ആണെങ്കിൽ മിസ്സിസ് ദാസ് അങ്ങനെ ശ്രദ്ധിക്കണമില്ല അല്ലേ. അങ്ങനെ അയാളുടെ മിസ്റ്റർ കപ്പാസിയുടെ പ്രൊഫഷനെ ഇതുവരെ ആരും അങ്ങനെ പുകഴ്ത്തി പറയേ അങ്ങനെ റൊമാൻറ്റിക്കായി സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മിസ്സിസ് ദാസ് അതൊക്കെ ചെയ്ത സമയത്ത് മിസ്റ്റർ കപ്പാസിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ് മിസ്സിസ് ദാസിൽ. ഹി ഫെൽറ്റ് ഹിംസെൽഫ് അട്രാക്റ്റഡ് ടു ഹർ. ഹി ലോങ് ടു സീ ഹർ. അയാൾ അവളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. ടൂറിസ്റ്റായി കൊണ്ടുപോയി അവിടുന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ ആ ബന്ധം വിച്ഛേദിക്കും. പക്ഷേ ഇവർ അഡ്രസ്സ് കൈമാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവളുടെ പ്രസൻസ് അയാൾ ആഗ്രഹിക്കുകയാണ്. ഈ സീക്രട്ട്ലി എക്സ്പെക്റ്റഡ് അയാൾ സീക്രട്ടായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാണ്, ഹോപ്പ് ചെയ്യാണ് അവരുടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലും വളരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ അഡ്രസ്സ് കൈമാറാണ്. വെൻ ഹി ഫിനിഷ്ഡ് റൈറ്റിംഗ് ഹിസ് അഡ്രസ് മിസ്റ്റർ കപ്പാസി ഹാൻഡഡ് ഹർ ദ പേപ്പർ. അങ്ങനെ മിസ്റ്റർ കപ്പാസി അഡ്രസ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ അങ്ങോട്ട് മിസ്സിസ് ദാസിന് കൊടുക്കുകയാണ്. ബട്ട് ആസ് സൂൺ ആസ് ഹി ഡിഡ് സോ ഹി worried that he had either misspelled his name. അങ്ങനെ അത് കൊടുത്ത സമയത്തും അദ്ദേഹത്തിന് ഭയങ്കര പേടി, എഴുതിയത് തെറ്റിപ്പോയോ, മിസ്പെൽഡ് ആയിപ്പോയോ എന്നുള്ളൊരു ബേജാറ് അല്ലേ. ഓർ ആക്സിഡൻ്റലി റിവേഴ്സ്ഡ് ദ നമ്പേഴ്സ് ഓഫ് ഹിസ് പോസ്റ്റൽ കോഡ്. അങ്ങനെ ആക്സിഡൻ്റലി തെറ്റിപ്പോയോ എന്നൊക്കെ ഉള്ളൊരു ബേജാറ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ഹി ഡ്രെഡഡ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്റ്റ് ലെറ്റർ. അദ്ദേഹത്തിൻ്റെ പേടി, അങ്ങനെ അഡ്രസ്സ് തെറ്റിയാലോ അല്ലെങ്കിൽ മിസ്പെൽഡ് ആയി പോയാൽ അഥവാ ലെറ്റർ നഷ്ടപ്പെട്ടു പോവോ ഇവൾ അയക്കുന്നതെന്നുള്ളൊരു പേടിയാണ്. ദ ഫോട്ടോഗ്രാഫ് നെവർ റീച്ചിങ് ഹിം, ഹോവറിങ് സംവെയർ ഇൻ ഒറീസ, ക്ലോസ് ബട്ട് അൾട്ടിമേറ്റ്ലി അൺഅറ്റൈനബിൾ. അങ്ങനെ ആയിപ്പോയാൽ ഫോട്ടോഗ്രാഫ് എനിക്ക് കിട്ടില്ല. അതിനു പകരം ഒറീസയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ ചെന്ന് ചേരും. അങ്ങനെ അത് അൺഅറ്റൈനബിളായി മാറോ എന്നുള്ളൊരു ഭയമായിരുന്നു അദ്ദേഹത്തിന്. അഡ്രസ്സ് തെറ്റിപ്പോയോ എന്നൊരു പേടി അഡ്രസ്സ് എഴുതി കൊടുത്ത പാടെ തന്നെ അല്ലേ. ഹി തോട്ട് ഓഫ് ആസ്കിങ് ഫോർ ദ സ്ലിപ്പ് ഓഫ് പേപ്പർ അഗെയിൻ. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഒന്നും കൂടി സ്ലിപ്പ് വാങ്ങിയിട്ട് നോക്കിയാലോ. നമുക്ക് അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ നമ്മൾ വാതിലടിച്ചിടണോ വീണ്ടും നമ്മൾ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് പുറത്ത് പോണ സമയത്ത് വീണ്ടും നോക്കുന്ന പോലെ തന്നെ അഡ്രസ്സ് കറക്റ്റാണോ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്താൽ അത് തെറ്റാണോ എന്നുള്ളൊരാശങ്ക. അങ്ങനെ വീണ്ടും ആ പേപ്പർ വാങ്ങി നോക്കാനായിട്ട് ഇയാൾ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് ടു മേക്ക് ഷുവർ ഹി ഹാഡ് റിട്ടൺ ഹിസ് അഡ്രസ് ആക്യുറേറ്റ്ലി. ബട്ട് മിസ്സിസ് ദാസ് ഹാഡ് ഓൾറെഡി ഡ്രോപ്പ്ഡ് ഇറ്റ് ഇൻ ടു ദ ജംബിൾ ഓർ ഹർ ബാഗ്. അവൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ആ സാധനം ബാഗിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ അവസാനം അവരെന്തായി, ദേ റീച്ച്ഡ്. എവിടേക്കാണ് അവർ പോണത്? കൊണാർക്ക് ടെമ്പിളിലേക്കാണ് പോണത്. ദേ റീച്ച്ഡ് കൊണാർക്ക് ടെമ്പിൾ അറ്റ് 2:30. 2:30 അവരെവിടെത്തി? കൊണാർക്ക് ടെമ്പിളിലെത്തി. ദ ടെമ്പിൾ മെയ്ഡ് ഓഫ് സാൻഡ് സ്റ്റോൺ. ടെമ്പിൾ നല്ല സാൻഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ആ ടെമ്പിളാണ്. വാസ് എ മാസീവ് പിരമിഡ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ ഷേപ്പ് ഓഫ് ചാരിയോട്ട്. അങ്ങനെ അവിടെ ചാരിയോട്ടിൻ്റെ ഷേപ്പിലുള്ള പിരമിഡുകളുണ്ട്. ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ ഗ്രേറ്റ് മാസ്റ്റർ ഓഫ് ലൈഫ് ദ സൺ. ഇതൊക്കെ സണ്ണിന് വേണ്ടി, സൂര്യദേവതയ്ക്ക് വേണ്ടിയിട്ട്, സൂര്യന് വേണ്ടിയിട്ട്, ഗോഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. വിച്ച് സ്ട്രക്ക് 3 sides ഓഫ് ദ എഡിഫൈസ് ആസ് ഇറ്റ് മെയ്ഡ് ഇറ്റ്സ് ജേർണി ഈച്ച് ഡേ അക്രോസ് ദ സ്കൈ. അങ്ങനെ ആ 24 ഭീമൻ ചക്രങ്ങൾ അതിലുണ്ട്.
ആ ഒരു ചാരിയോട്ട് പോലെയാണല്ലോ നിർമ്മിച്ചത്. 3 sides of the edifice as it made its journey each across. ഇത് ആകാശത്തേക്ക് ഉയരുന്ന പോലെ തോന്നും അല്ലേ, ആകാശം മുട്ടയായിട്ടുണ്ട് എന്ന് തോന്നുന്നത് കണ്ടാൽ. 24 giant wheels were carved on the north and south side of the plain. അവിടെ എന്താണ് 24 ഭീമൻ ചക്രങ്ങൾ അതിൽ കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 24 ചക്രങ്ങൾ. ദ വോൾ തിങ് വാസ് ഡ്രോൺ ബൈ ടീം ഓഫ് 7 horses. ഇതെല്ലാം ചെയ്തത് 7 horseൻ്റെ അല്ലേ, ഓരോ സംഘങ്ങളായിട്ടാണ് ഈ സംഗതികൾ ചെയ്തത് എന്നാണ് പറഞ്ഞത് കേട്ടോ. സ്പീഡിങ് ആസ് ഇഫ് ത്രൂ ദ ഹെവൻസ് ആസ് ദേ അപ്രോച്ച്ഡ്. മിസ്റ്റർ കപ്പാസി എക്സ്പ്ലെയിൻ ദാറ്റ് ദ ടെമ്പിൾ ഹാഡ് ബീൻ ബിൽറ്റ് ബിറ്റ്വീൻ AD 1243 ആൻഡ് 1255 വിത്ത് ദ എഫോർട്ട് ഓഫ് 1200 ആർട്ടിസൻസ്. ഇത് എത്രയോ കരകൗശല തൊഴിലാളികൾ, 1200ഓളം കരകൗശല തൊഴിലാളികൾ AD 1243 1255 ഇടയിലാണ് ഈ ഒരു കൊണാർക്ക് ടെമ്പിൾ ഉണ്ടാക്കിയത്, സൺ ടെമ്പിൾ ഉണ്ടാക്കിയത്. ബൈ ദ ഗ്രേറ്റ് റൂളർ ഓഫ് ഗംഗ ഡൈനാസ്റ്റി കിങ് നരസിംഹദേവ അറ്റ് ഫസ്റ്റ് ടു കൊമമറേറ്റ് ദ വിക്ടറി എഗെയിൻസ്റ്റ് ദ മുസ്ലിം ആർമി. അവരുടെ വിജയം അല്ലേ, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സംഭവം അല്ലേ, അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഗംഗാ ഡൈനാസ്റ്റിൻ്റെ സമയത്ത്, ഗ്രേറ്റ് റൂളർ ഗംഗാ ഡൈനാസ്റ്റി കിങ് നരസിംഹദേവൻ്റെ സമയത്താണ് ഇത്. നരസിംഹദേവ ഫസ്റ്റിൻ്റെ സമയത്ത് അവരുടെ വിക്ടറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇറ്റ് സേസ് ദ ടെമ്പിൾ ഓക്യുപ്പൈസ് എബൌട്ട് 170 acres ഓഫ് ലാൻഡ്. മിസ്സിസ് ദാസ് സെഡ് റീഡിങ് ഫ്രം ദിസ് ബുക്ക്. ആ ബുക്ക് വായിച്ചിട്ട് അങ്ങനെ മിസ്സിസ് ദാസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറയാണ് ഈ ടെമ്പിള് എന്താണ് 170 ഏക്കർ ലാൻഡിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇയാൾ ഈ ബുക്ക് വായിച്ചിട്ട് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഡിസേർട്ട് റോണി സെഡ്. റോണി പറയാണ് ഇതൊരു മരുഭൂമി പോലെ ഉണ്ടല്ലേ അല്ലേ. ഹിസ് ഐസ് വാണ്ടറിങ് അക്രോസ് ദ സാൻഡ് ദാറ്റ് സ്ട്രക്ചർഡ് ഓൺ ഓൾ സൈഡ്സ് ബിയോണ്ട് ദ ടെമ്പിൾ. മക്കൾ അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ കണ്ണുകൾ വ്യാപിച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ റോണി. എന്നിട്ട് അവൻ പറയാണ് ഇതൊരു ഡിസേർട്ടിനെ പോലെ ഉണ്ടല്ലേ എന്ന് പറയാണ്. അങ്ങനെ അവസാനം എന്തൊക്കെയാണ് പറഞ്ഞത്? ദ റീച്ച്ഡ് കൊണാർക്ക് ടെമ്പിൾ ബൈ 2:30 ആൻഡ് സോ ദ ടെമ്പിൾ. മിസ്റ്റർ കപ്പാസി എക്സ്പ്ലെയിൻ ടു ദം ദ ഹിസ്റ്ററി ഓഫ് ദ ടെമ്പിൾ. അങ്ങനെ കപ്പാസി ടൂറിസ്റ്റ് ഗൈഡാണല്ലോ, അദ്ദേഹം ആ ഒരു ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ബിൽഡ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇറ്റ് വാസ് ബിൽഡ് ബിറ്റ്വീൻ AD 1243 ആൻഡ് 1255 ഇടക്കായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ബൈ ഗ്രേറ്റ് റൂളർ ഓഫ് ഗംഗ ഡൈനാസ്റ്റി കിങ് നരസിംഹദേവ ഫസ്റ്റ്. അയാളാണ് ഇത് ഉണ്ടാക്കിയത്. മിസ്റ്റർ ദാസ് റീഡ് എലൗഡ് ഫ്രം ദ ബുക്ക് ഇൻ ഹിസ് ഹാൻഡ് എബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ടെമ്പിൾ. പിന്നെ അദ്ദേഹം ആ ബുക്കിൽ നോക്കിയിട്ട് ടെമ്പിളിൻ്റെ ഫീച്ചേഴ്സ് വായിക്കുകയാണ്. ദേ നോട്ടീസ്ഡ് ആൻഡ് അഡ്മയർഡ് ദ എക്സ്റ്റീരിയർ ഓഫ് ദ ടെമ്പിൾ, ദ സ്കൾപ്ചേഴ്സ്, ദ ഇറോട്ടിക് സ്റ്റാച്യൂസ് depicting various sexual positions. Mr. Kapasi was happy that they liked the temple, especially Mrs. Das. അങ്ങനെ അവർ അവിടെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോണി ഇത് പറയാണ്. അതിനുശേഷം ദേ ഗോട്ട് ഔട്ട് ആൻഡ് വാക്ക് ടുവാർഡ്സ് ദ ടെമ്പിൾ പോസിങ് ഫസ്റ്റ് ഫോർ ദ പിക്ചേഴ്സ് ബൈ ദ പെയർ ഓഫ് ലയൺസ് ദാറ്റ് ഫ്ലാങ്ക്ഡ് ദ സ്റ്റെപ്പ്. അങ്ങനെ അവർ പിറകോട്ട് ചേർന്ന് നിന്നിട്ട് അവരിങ്ങനെ പിക്ചറൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ടെമ്പിളിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ പോസിങ് ഫസ്റ്റ് പിക്ചർ അവർ പോസ് ചെയ്തു ഒരു പെയർ ഓഫ് ലയൺസിൻ്റെ അടുത്ത്. അവിടേക്ക് ഇറങ്ങിപ്പോകാൻ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ എന്താണ്, പിറകോട്ട് ഫ്ലാങ്ക്ഡ് ദ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ പിക്ചർ എടുക്കുകയാണ്. മിസ്റ്റർ കപ്പാസി ലീഡ് ദം നെക്സ്റ്റ് ടു വൺ ഓഫ് ദ വീൽസ് ഓഫ് ദ ചാരിയോട്ട് ഹയർ ദാൻ എനി ഹ്യൂമൻ ബീയിങ് 9 feet in a diameter. 9 feet ഡയമീറ്ററുള്ള ഒരു എന്താണ് ഒരു ചാരിയോട്ടിൻ്റെ അടുത്തേക്ക് മിസ്റ്റർ കപ്പാസി അവരെ നയിക്കുകയാണ്. ദ വീൽസ് ആർ സപ്പോസ്ഡ് ടു സിംബലൈസ് ദ വീൽ ഓഫ് ലൈഫ്. മിസ്റ്റർ ദാസ് റീഡ് ദ ഡെപ്പിക്ട് ദ സൈക്കിൾ ഓഫ് ക്രിയേഷൻ, പ്രിസർവേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് റിയലൈസേഷൻ.
Cool. He turned the page of his book. Each wheel is divided into 8 thick and thin spokes, dividing the day into 8 equal parts. The rims are carved with designs of birds and animals, whereas the medallions in the spokes are carved with women in luxurious poses, largely erotic in nature. അവിടെ കുറേ പിക്ചർ അവരിങ്ങനെ എന്താണ് ആ ടെമ്പിളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പിക്ചറിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്, ഭയങ്കര ഇറോട്ടിക് ആയിട്ടുള്ള പിക്ചേഴ്സും ഉണ്ട്, സെക്ഷുവൽ ആയിട്ടുള്ള സീനുകൾ അവിടെ ഉണ്ട്. പിന്നെന്താണ് ചില വീലുകൾ മിസ്റ്റർ കപ്പാസി പറയാണ്, ഈ വീലുകൾ ഈ ടയറുകളൊക്കെ എന്താണ് ലൈഫിനോട് കമ്പയർ ചെയ്യാൻ പറ്റും. പിക് ദ സൈക്കിൾ ഓഫ് ക്രിയേഷൻ്റെ ഒരു സൈക്കിൾ തന്നെ ഈ വീലിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അച്ചീവ്മെൻറ്റ് കാണിക്കാൻ എന്തായാലും കൂളാവൂലേ. ഹീ ടേൺ, വീണ്ടും അവർ പേജിലേക്ക് കൂൾ എന്ന് പറഞ്ഞിട്ട് പേജിലേക്ക് തിരിയാണ് മിസ്റ്റർ ദാസ്. ഈച്ച് വീൽ, ഓരോ വീലും ഡിവൈഡഡ് ഇൻ ടു 8 തിക്ക് ആൻഡ് തിൻ സ്പോക്സ് അല്ലേ. അവൻ്റെ വീലിൻ്റെ ആ സ്പോക്സ് എന്ന പ്രൊജക്റ്റ് ചെയ്ത ഭാഗം എന്നാണ്. ഓരോ വീലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 8 ഈക്വൽ പാർട്സ് ആയിട്ട്, 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ലൈഫിൻ്റെ 8 പാർട്സ് ആയിട്ട് ഡിവൈഡിങ് ദ ഡേ ഇൻ ടു 8 ഈക്വൽ പാർട്സ്. ദ റിംസ് ആർ കാർവ്ഡ് വിത്ത് ഡിസൈൻസ് ഓഫ് ബേർഡ്. അതിൻ്റെ റിമ്മിൽ അല്ലേ, റിമ്മിൽ എന്തൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്, ബേർഡ്സിൻ്റെ അനിമൽസിൻ്റെ ഒക്കെ പിക്ചർ കൊത്തി വെച്ചിട്ടുണ്ട്. വേർ ദ മെഡലിയൻസ് ഇൻ ദ സ്പോക്സ് ആർ കാർവ്ഡ് വിത്ത് വിമൻ ഇൻ ലക്ഷൂറിയസ് പോസസ്. പിന്നെ സ്ത്രീകളുടെ ഫോട്ടോ അല്ലേ അവിടെ എന്താണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പോക്സിൽ. അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത ഭാഗത്തിൽ വിമൻസിന് നല്ല എന്താണ് ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ലക്ഷൂറിയസ് പ്രോസിലുള്ള സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ട്. ലാർജ്ലി ഇറോട്ടിക് ഇൻ നേച്ചർ, എല്ലാത്തിനും ഒരു സെക്ഷുവൽ നേച്ചറാണ് ഫോട്ടോത്തിനൊക്കെ. മെഡലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഓർണമെൻ്റ് ആണ്, അത് എന്താണ് മെഡലിൻ്റെ ഷേപ്പിലുള്ള, അതാണ് മെഡലിയൻസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ സ്പോക്സിൽ നന്നായിട്ട് ക്രൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മിസ്റ്റർ കപ്പാസിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. കാരണം ധാരാളം പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാണ് ആ ഒരു സ്ഥലം. അതുകൊണ്ട് മിസ്റ്റർ കപ്പാസിക്കും സന്തോഷമായി. വാട്ട് ഹി റെഫേർഡ് ടു വേർ ദ കൗണ്ട്ലെസ് ഫ്രീസസ് ഓഫ് എൻവൈൻഡ് നേക്കഡ് ബോഡീസ് മേക്കിംഗ് ലവ് ഇൻ വേരിയസ് പൊസിഷൻസ്, വിമൻ ക്ലിങ്ങിങ് ടു ദ necks of men, their knees wrapped eternally around their lovers' thighs. In addition to this were assorted scenes from daily life of hunting and trading, of deer being killed with bows and arrows and marching various holding swords in their hands. അങ്ങനെ ഇവിടെ വേട്ടയാടലിൻ്റെ ചിത്രമുണ്ട്, കച്ചവടം നടത്തുന്ന പിക്ചറുണ്ട്, മാനുകളുടെ അല്ലേ മാനുകൾ അവരുടെ ഇണകളെ കൂടെയുള്ള ചിത്രമുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇറോട്ടിക്കായിട്ടുള്ള സെക്ഷുവൽ ഫീലിംഗ് നൽകുന്ന ധാരാളം ചിത്രങ്ങളുണ്ട്. ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ടു എൻ്റർ ദ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ പ്രവേശനമല്ല. ഫോർ ഇറ്റ് ഹാഡ് ഫിൽഡ് വിത്ത് ട്രബിൾ ഇയേഴ്സ് അഗോ. ഇത് കുറേ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ബട്ട് ദി അഡ്മയർഡ് ദ പക്ഷേ അവരതിൻ്റെ പുറത്തെ ഭാഗം തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. ആസ് ഡിഡ് ഓൾ ദ ടൂറിസ്റ്റ് മിസ്റ്റർ കപ്പാസി ബ്രോഡ് ദർ. എല്ലാ ടൂറിസ്റ്റുകളെയും മിസ്റ്റർ കപ്പാസി ഇവിടെ കൊണ്ടുവരാറുണ്ട്. സ്ലോലി സ്ട്രോളിങ് അലോൺ ഈച്ച് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. മിസ്റ്റർ ദാസ് ട്രെയിൽഡ് ബിഹൈൻഡ് ടേക്കിംഗ് പിക്ചേഴ്സ്. മിസ്റ്റർ ദാസ് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുകയാണ്, എല്ലാ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. ദ ചിൽഡ്രൻ റാൻ അഹെഡ്. മക്കൾ മുന്നോട്ട് ഓടുന്നുണ്ട്. പോയിൻറ്റിങ് ദ ഫിഗേഴ്സ് ഓഫ് നേക്കഡ് പീപ്പിൾ. മക്കളെന്താണ് ഈ നേക്കഡായിട്ട് അർദ്ധനഗ്നരായതും എന്താണ് ഫുള്ളി നഗ്നരായൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ചൂണ്ടിക്കാട്ടി ഓടുകയാണ് അല്ലേ. ഇൻട്രിഗ്യൂഡ് ഇൻ എ പെർട്ടിക്കുലർ ബൈ ദ നാഗമിഥുനാസ്, ദ ഹാഫ് ഹ്യൂമൻ ഹാഫ് സർപ്പൻറ്റൈൻ കപ്പിൾ ഹു വേർ സെഡ്. അവിടെ നാഗമിഥുനങ്ങളുണ്ട്, അർദ്ധനഗ്നരായ മനുഷ്യരുണ്ട്, പിന്നെന്താണ് അർദ്ധ നാഗദമ്പതികൾ അല്ലേ, അവരൊക്കെ ഉണ്ട് അവിടെ. മിസ്റ്റർ കപ്പാസി ടോൾഡ് ദ. മിസ്റ്റർ കപ്പാസി അവരോട് പറഞ്ഞു ടു ലിവ് ഇൻ ദ ഡീപ്പസ്റ്റ്
waters of the sea. Mr. Kapasi was pleased that they liked the temple, pleased especially that it appealed to Mrs. Das. മിസ്റ്റർ ദാസിന് ഇഷ്ടമായി, പിന്നെ എക്സ്പെഷ്യലി മിസ്സിസ് ദാസിന് ഇഷ്ടമായി എന്നുള്ളത് കൊണ്ട് തന്നെ മിസ്റ്റർ കപ്പാസി വാസ് വെരി പ്ലീസ്ഡ് ബിക്കോസ് മിസ്സിസ് ദാസ് appealed with the temple, liked the temple, pleased especially that appealed to the Mrs. Das. She stopped very there and 4 paces, startling silently at the carved lovers. എല്ലാ എന്താണ് അവിടെ കൊത്തുപണി കാർവിഡ് പറഞ്ഞ കൊത്തുപണി, കരകൗശല വിദ്യ ഉപയോഗിച്ച് എന്താണ് കൊത്തുപണി ചെയ്യപ്പെട്ട എല്ലാ ഇമേജിൻ്റെ മുന്നിലും അവൾ നന്നായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആസ് ദ പൊസഷൻസ് ഓഫ് എലഫൻസ് ഒക്കെ ജലയാത്ര നടത്തുന്നുണ്ട് അല്ലേ, ഘോഷയാത്ര നടത്തുന്ന സ്ഥലത്ത് അതൊക്കെ അവർ കാണുന്നുണ്ട്. പൊസഷൻ എന്ന് പറഞ്ഞാൽ ഘോഷയാത്ര. ആൻഡ് ദ ടോപ്ലെസ് ഫീമെയിൽ മ്യൂസിഷ്യൻസ് ബ്രീത്തിങ് ഓൺ 2 sides ഓഫ് ഡ്രംസ്. ഫീമെയിൽ ടോപ്പ് ഇല്ലാത്ത അല്ലേ, ടോപ്പൊന്നും ഉപയോഗിക്കാതെ ഫീമെയിൽ മ്യൂസിഷ്യൻസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു മൊത്തം ഇറോട്ടിക് ഇമേജാണ് അവിടെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നത്. ദ ഇറോട്ടിക് സ്റ്റാച്യൂസ് ഓൺ ദ വാൾസ് ഓഫ് ദ ടെമ്പിൾ മെയ്ഡ് മിസ്റ്റർ കപ്പാസി തിങ്ക് അബൌട്ട് ഹിസ് അൺഫുൾഫിൽഡ് സെക്ഷൽ ഡിസയേഴ്സ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് അബൌട്ട് ഹിസ് ഫീച്ചേഴ്സ് ഡിസയേഴ്സ് ഫോർ മിസ്സിസ് ദാസ്. അദ്ദേഹത്തിന് ഇറോട്ടിക് സ്റ്റാച്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് എന്താ തോന്നുന്നതെന്ന് അറിയോ? മിസ്റ്റർ കപ്പാസി ചിന്തിക്കാണ് അൺഫുൾഫിൽഡ് സെക്സ്വൽ ഡിസയർ വിത്ത് ഹിസ് വൈഫ്. മിസ്റ്റർ കപ്പാസി ഹാഡ്, ശ്രദ്ധിക്കണം കേട്ടോ, മിസ്റ്റർ കപ്പാസി ഹാഡ് അൺഫുൾഫിൽഡ് സെക്സ്വൽ ഡിസയർ വിത്ത് ഹിസ് വൈഫ് ബട്ട് നൗ ഹി ലവ്ഡ് മിസ്സിസ് ദാസ് സീക്രറ്റ്ലി അബൌട്ട് എന്താണ് with his wife and about his future desires for Mrs. Das. ആ ഒരു ഇറോട്ടിക് ഇമേജ് 2 കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് അൺഫുൾഫിൽഡ് സെക്സ്വൽ ഡിസയർ വിത്ത് ഹിസ് വൈഫും, പിന്നെ ഹിസ് ഡിസയർ ഫോർ ഹിസ് ഫ്യൂച്ചർ ഡിസയർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂച്ചർ ഡിസയറാണ്. ഫ്യൂച്ചർ ഡിസയർ എന്തിനെ കുറിച്ചിട്ടുള്ള, മിസ്സിസ് ദാസുമായിട്ട് ആ ഒരു ബന്ധം നിലനിർത്താനുള്ള ഫ്യൂച്ചർ ഡിസയറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ആഗ്രഹം അല്ലെ, ആ അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. Then, though Mr. Kapasi had been the temple countless times, it occurred to him as he too gazed at the topless women that he had never seen his own wife fully naked. അങ്ങനെ ഓരോ പിക്ചറുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവരിങ്ങനെ നടക്കുകയാണ് അല്ലേ. മിസ്റ്റർ കപ്പാസിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ, എന്താണ് ഇവർക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ട് എന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ കുറേ ടോപ്ലെസ് വിമൻസിൻ്റെ പിക്ചർ കാണുകയാണ്, ടോപ്പൊക്കെ പകുതിയുള്ള അല്ലേ. As he too gazed at the topless women that he had never seen his own wife fully naked. അയാൾ ഒരിക്കലും അയാളെ വൈഫിനെ അങ്ങനെ കണ്ടിട്ടില്ല. Even when they had made love, she kept the panels of her blouse hooked together, the string of her petticoat knotted around her waist. He had never admired the backs of his wife's legs the way he now admired those of Mrs. Das. ചുരുക്കി പറഞ്ഞാൽ അയാൾ എന്താ പറയുന്നത് വെച്ചാൽ, മിസ്സിസ് ദാസിന് ഇഷ്ടമുള്ള പോലെ പോലും മിസ്റ്റർ കപ്പാസിക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് താല്പര്യമില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് കേട്ടോ. കാരണം അയാൾക്ക് മിസ്സിസ് ദാസിനോടാണ് താല്പര്യം, അയാളെ വൈഫിൽ വലിയ താല്പര്യം ഇല്ല. അങ്ങനെ അദ്ദേഹം walking as if to his benefit alone, he had of course seen plenty of bare limbs before, belonging to the American and European ladies who took his ടൂർസ്. അയാളിങ്ങനെ ടൂറ് കൊണ്ടുപോകണ പണി തന്നെയാണ് അയാൾക്ക് അല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ടൂറ് പോണ സമയത്ത് പല സ്ത്രീകളും അയാൾ കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ മിസ്സിസ് ദാസിനെയാണ് അദ്ദേഹത്തിന് അഡ്മയർ ആയത്. പിന്നെ യൂറോപ്യൻ ലേഡീസിൻ്റെ, അതുപോലെ അമേരിക്കക്കാരുടെ ഇതൊക്കെ ഇയാൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഒരിക്കലും ഇയാളെന്താ പറയുന്നറിയോ, പിന്നെ അമേരിക്കക്കാരുടെ യൂറോപ്യൻ ലേഡീസിനെയൊക്കെ അയാൾ ടൂറ് സമയത്ത് ധാരാളം കണ്ടിട്ടുണ്ട്. ബട്ട് മിസ്സിസ് ദാസ് വാസ് ഡിഫറൻറ്റ്. പക്ഷേ മിസ്സിസ് ദാസ് ആയിരുന്നൊക്കെ ഡിഫറൻറ്റ് ആണ്, അൺലൈക്ക് ദ അതർ വിമൻ, മറ്റ് സ്ത്രീകളിൽ നിന്നൊക്കെ. ഹു ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഓൺലി ഇൻ ടെമ്പിൾ.
മറ്റ് ആദ്യം വരുന്ന സ്ത്രീകൾക്കൊക്കെ എന്താണ് അവർ ഭംഗിയുണ്ടെങ്കിലും അവർക്ക് ടെമ്പിളിൽ മാത്രമായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് കപ്റ്റ് ദെയർ നോസസ് ബെറീഡ് ഇൻ എ ഗൈഡ് ബുക്ക്. അവരുടെ ഗൈഡ് ബുക്കിലേക്ക് അങ്ങോട്ട് ചൂഴ്ന്നിറങ്ങി വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറുള്ളത്. ദെയർ ഐസ് ബിഹൈൻഡ് ദ ലെൻസ് ഓഫ് ക്യാമറ. പിന്നെ അവർ ഫോട്ടോ എടുക്കുക, എപ്പോഴും ക്യാമറയിൽ ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഇരിക്കുക. പക്ഷേ മിസ്സിസ് ദാസ് ഹാഡ് ടേക്കൺ ആൻ ഇൻട്രസ്റ്റ് ഇൻ ഹിം. എന്താണ് മിസ്സിസ് ദാസിനോട് അധികം ഒരു റൊമാൻസ് തോന്നാൻ കാരണം? മറ്റ് സ്ത്രീകൾക്കൊക്കെ ഓൺലി ഇൻട്രസ്റ്റ് ഇൻ ടെമ്പിൾ. Mrs. Das had taken an interest in Kapasi. That is the reason for the romance and their relationship with each other. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള കാരണം. Mr. Kapasi was anxious to be alone with her. He continued their private conversation. മിസ്റ്റർ കപ്പാസി അവളുടെ കൂടെ സ്വന്തമാവാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവുകയാണ്, അവരുടെ പ്രൈവറ്റ് കോൺവെർസേഷൻ തുടരാൻ വേണ്ടിയിട്ട്. Yet he felt nervous to walk at her side. She was lost behind her sunglass, ignoring her husband's request that she poses for another picture, walking past her children as if they were strangers, worried that he might disturb her. Mr. Kapasi walked ahead to admire, as he always did, their life-sized bronze avatars of Surya, the sun god, each emerging from its own niche on the temple facade to greet the sun at dawn, noon and evening. They wore elaborate headdresses, their languid. അപ്പോൾ എന്താ വെച്ചാൽ അവർ ആ ഒരു ഇറോട്ടിക് ഇമേജൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ടെമ്പിളിൻ്റെ പുറത്തെ ഭാഗമൊക്കെ ഇങ്ങനെ കാണുകയാണ് അല്ലേ. അങ്ങനെ അവർ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ടെമ്പിളിൻ്റെ വാളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇയാളിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. എന്താണ്, അവളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവളിങ്ങനെ ഇയാളെ കൂടെ അതൊക്കെ കേട്ടുകൊണ്ട് നടക്കുകയാണ്. മക്കളെ കാണുന്ന സമയത്ത് വാക്കിംഗ് പാസ്റ്റ് ഹർ ചിൽഡ്രൻ ആസ് ഇഫ് ദേ വർ സ്ട്രേഞ്ച്. മക്കളെ കാണുന്ന സമയത്ത് അവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണെന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതെ നടന്നു പോവാണ്. വെറീഡ് ദാറ്റ് അവർ ഡിസ്റ്റർബ് ചെയ്യും വരെ സംസാരം എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. മിസ്റ്റർ കപ്പാസി വാക്ക്ഡ് അഹഡ്. മിസ്റ്റർ കപ്പാസി മുന്നിൽ നടക്കുന്നുണ്ട്, അഡ്മയർ ചെയ്തുകൊണ്ട്, as he always did, that 3 life-sized bronzed അവതാർസ്. സൂര്യ അവതാർ 3 അല്ലേ, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കി അവിടെ കാണാം. സൺ ഗോഡിനെയും കാണാം. ഈച്ച് എമേർജിങ് ഫ്രം ഇറ്റ്സ് ഓൺ നീഷ ഓൺ ദ ടെമ്പിൾ ഫാക്കേഡ് ടു ഗ്രേറ്റ് ദ സൺ അറ്റ് ഡോൺ, നൂൺ ആൻഡ് ഈവനിങ്. ഇതൊക്കെ എന്താണ്, നൂണ് ഈവനിങ്, ഈ 3 സമയത്തെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗോഡ്, ഈ സൺ ടെമ്പിളിലുള്ള സൂര്യദേവത ഓരോ സമയത്തെയും ഭയങ്കരമായിട്ട് ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കി വെച്ചത്. ഇലോങ്ഡ് ഐ ക്ലോസ്ഡ് ദെയർ ബെയർ ചെസ്റ്റ് ഡ്രാപ്ഡ് വിത്ത് കാർവ്ഡ് ചെയിൻസ് ആൻഡ് ആമുലെറ്റ്സ്, ഹിബിസ്കസ് പെറ്റൽസ് ഓഫറിങ് ഫ്രം പ്രീവിയസ് വിസിറ്റേഴ്സ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ? ഈ ഗ്രീൻ ഫീറ്റ്, അതെന്താ, ഹിബിസ്കസ് പെറ്റൽസ് ഒക്കെ ഓരോരുത്തർ ഹോമം ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകളൊക്കെ അവിടെ ഓഫർ ചെയ്ത് വെച്ചതുണ്ട്. അതൊക്കെ എന്താണ്, അവിടെ നിന്നുകൊണ്ട് അവരൊക്കെ ദേവതകളുടെ സൂര്യദേവന്മാരുടെ കാൽക്കൽ വീണിട്ട് എന്താണ് പ്രാർത്ഥിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് സ്റ്റാച്ചു ഓൺ ദ നോർത്തേൺ വാൾ ഓഫ് ദ ടെമ്പിൾ. അതാണ് മിസ്റ്റർ കപ്പാസിൻ്റെ ഫേവറേറ്റ് ലാസ്റ്റ് സ്റ്റാച്ചു. ദി സൂര്യ ഹാഡ് ടയേർഡ് എക്സ്പ്രഷൻ. അതിനൊരു ടയേർഡ് എക്സ്പ്രഷനാണ്. വെറി ആഫ്റ്റർ എ ഹാർഡ് ഡേ ഓഫ് വർക്ക്. കുറേ സമയം വർക്ക് ചെയ്തതിൻ്റെ ഒരു ക്ഷീണം പോലെയാണ് ആ ഒരു എന്താണ് ആ ഒരു സൂര്യദേവതനെ കണ്ടാൽ. സിറ്റിംഗ് ആസ്ട്രൈഡ് എ ഹോഴ്സ് വിത്ത് എ ഫോൾഡഡ് ലെഗ്സ്. ഒരു എന്താണ് ഫോൾഡഡ് ലെഗുമായിട്ടാണ് അത് ഇരിക്കുന്നത്. ഈവൻ ഹീസ് വോയിസസ് ഐസ് വർ ഡ്രൗസി. അതിരിക്കുന്ന ഹോഴ്സിൻ്റെ കണ്ണ് പോലും ക്ഷീണമാണ്, ടയേർഡാണ്. എറൗണ്ട് ഹിസ് ബോഡി വർ സ്മോളർ സ്കൾപ്ചേഴ്സ് ഓഫ് വിമൻ ഇൻ പെയേഴ്സ്. അവിടെ ഉണ്ടെന്ത്, വിമൻ്റെ കൊത്തുപണികൾ പെയറായി വെച്ചിട്ടുണ്ട്. ദർ ഹിപ്സ് ഡ്രസ് ടു വൺ സൈഡ്. അവർ ഓരോ സൈഡിലായിട്ട് അവരെയും കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൂ ഈസ് ദാറ്റ്? മിസ്സസ് ദാസ് ആസ്ക്ഡ്. ഹി വാസ് സ്റ്റാർട്ടിൽഡ് ടു സീ ദാറ്റ് ഷി വാസ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹിം. ഇത് ഏത്
ദേവതയാണ് എന്ന് ചോദിക്കുകയാണ് മിസ്സിസ് ദാസ്. ഹീസ് അസ്തജാല സൂര്യ. മിസ്റ്റർ കപ്പാസി സെഡ് ദ സെറ്റിംഗ് സൺ. ദ സെറ്റിംഗ് സൺ അല്ലേ, അസ്തജാല സൂര്യ ദേവതയാണിത്, അസ്തമന ദേവതയാണിത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സോ ഇൻ എ കപ്പിൾ ഓഫ് അവേഴ്സ് ദ സൺ വിൽ സെറ്റ് റൈറ്റ് ഹിയർ. ഷീ സ്ലിപ്പ്ഡ് എ ഫുട്ട് ഔട്ട് വൺ ഓഫ് ദ സ്ക്വയർ ഹീൽഡ് ഷൂസ്, റബ്ഡ് ഹർ ടോസ് ഓൺ ദ ബാക്ക് ഓഫ് ഹർ അതർ ലെഗ്. അവൾ മെല്ലെ തെന്നി വീഴാൻ പോയി ഇത് ചോദിക്കുന്ന സമയത്ത്. ദാറ്റ്സ് കറക്റ്റ്. ഷീ റൈസ്ഡ് ഹർ സൺഗ്ലാസ് ഫോർ എ മൊമെൻറ്റ് ദെൻ പുട്ട് ദം ബാക്ക് ഓൺ അഗെയിൻ. സൺഗ്ലാസ് ഒന്ന് മെല്ലെ പൊക്കി എന്നിട്ട് വീണ്ടും അത് താഴ്ത്തി വെച്ചു. നീറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. Mr. Kapasi was not certain exactly what the word suggested, but he had feeling it was favorable response. He hoped that Mrs. Das had understood Surya's beauty. അങ്ങനെ മിസ്സിസ് ദാസിന് ആ സൂര്യദേവതയുടെ ബ്യൂട്ടി മനസ്സിലായി, അത് പവർ മനസ്സിലായി. പെർഹാപ്സ് ദേ വുഡ് ഡിസ്കസ് ദ ഫർദർ ഇൻ ദെയർ ലെറ്റേഴ്സ്. പിന്നെ അവർ ആ ലെറ്ററിൽ ബാക്കി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ സംസാരം നിർത്തി. ഹി വുഡ് എക്സ്പ്ലെയിൻ തിങ്സ് ടു ഹർ, തിങ്സ് അബൌട്ട് ഇന്ത്യ, ആൻഡ് ഷീ വുഡ് എക്സ്പ്ലെയിൻ തിങ്സ് ടു ഹിം അബൌട്ട് അമേരിക്ക. അവൾ അമേരിക്കയിലെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്ത്യനെ കുറിച്ച് ഇയാളും പറഞ്ഞു കൊടുക്കും. ഇൻ ഇറ്റ്സ് ഓൺ വേ ദീസ് കറസ്പോണ്ടൻസ് വുഡ് ഫുൾഫിൽ ഡ്രീം. അങ്ങനെ ഈ ഒരു ലെറ്റർ കറസ്പോണ്ടൻസ് ഒരു ഡ്രീമാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഓ സെർവിങ് ആൻ ഇൻ്റർപ്രറ്റർ ബിറ്റ്വീൻ നാഷൻസ്. ഹീ ടുക്ക്. അങ്ങനെ പല രാജ്യങ്ങളെയും ഈ ഒരു ലെറ്ററിലൂടെ ഇൻ്റർപ്രറ്റ് കൊടുക്കാം എന്ന് അവരാഗ്രഹിക്കുകയാണ്. ഓക്കെ. He looked at her straw bag, delighted that his address lay nestled about his contents. When he pictured her so many thousands of miles away, plummeted so much that he had an overwhelming urge to wrap his arms around her, to freeze with her, even for an instant, in an embrace witnessed by the favorite Surya. But Mrs. Das had already started walking. അദ്ദേഹത്തിന് എന്താണ്, മിസ്റ്റർ കപ്പാസിക്ക് ഇവളിൽ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് വരികയാണ്. അങ്ങനെ അവർ തമ്മിൽ അയാൾക്ക് അവളൊന്ന് ചുറ്റിപ്പിടിക്കാൻ തോന്നുകയാണ്. പക്ഷേ മിസ്സിസ് ദാസ് ആദ്യം തന്നെ നടന്ന് നീങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറോട്ടിക് സ്റ്റാച്യൂസ് ഓൺ ദ വാൾസ് ഓഫ് ദ ടെമ്പിൾ മെയ്ഡ് മിസ്റ്റർ കപ്പാസി തിങ്ക് അബൌട്ട് ഹിസ് അൺഫുൾഫിൽഡ് സെക്ഷൽ ഡിസയേഴ്സ് with his wife. When he asked doubt about the place, he was very much pleased. He dreamt of the correspondence they will in future. He explaining about India and she about America. അയാൾ ഇന്ത്യനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, അവൾ അമേരിക്കനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ സൈറ്റ് സീയിങ് ദേ റിട്ടേൺ ടു ദ ഹോട്ടൽ. അതിന് ശേഷം അവർ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ. Okay, we will meet again in the next class. Thank you.